BJP വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയാണ് വീണ്ടും അധികാരത്തിലെത്തിയെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എനിക്ക് അതിനെപ്പറ്റി എന്ത് പറയാൻ, ഇതുണ്ടാവില്ല. കേട് നടത്തിയാൽ വരാൻ ചാൻസ് ഇല്ലല്ലോ. തീർച്ചയായിട്ടും നമ്മൾ കേട്ടാലും വായിച്ചാലും മനസ്സിലാക്കിയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടത്. അപ്പം അതിൻ്റെ ഒരു പ്രൂഫായിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്ത് വിടുകയും ചെയ്തു. അത് കേരളത്തിൽ നടന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞ്. ഇപ്പോൾ MP കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങൾ ചോദിച്ചു, മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതെയാണ് MP ഇറങ്ങിപ്പോയത്. ക്രമക്കേട് നടത്തിയില്ല, അധികാരത്തിൽ കയറിയത് ക്രമക്കേട് നടത്തിയിട്ടാന്നല്ല, അതിനോട് നമുക്ക് യോജിപ്പില്ല. BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ കയറിയതെന്ന് കരുതുന്നുണ്ടോ? കരുതുന്നില്ല. ഇല്ല കരുതുന്നില്ല. ക്രമക്കേടൊന്നും നടത്തിയിട്ടില്ല. അല്ലാത്ത രീതിയിൽ ഒരു വീണ്ടും വരാൻ സാധ്യത കുറവാണ്. ക്രമക്കേട് നടത്തിയിട്ടല്ല കയറിയത്, ഇല്ലെങ്കിൽ വരാൻ സാധ്യത കുറവാണ്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് ശരിയല്ല. അതന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും പിന്നെ ഒരുപാട് ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് അന്ന് പത്രമാധ്യമങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ മുഖവിലേക്കാരും എടുത്തിട്ടില്ല അന്ന് ആ വിഷയം. അത് ഇന്ന് കുറച്ചും കൂടി യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത് അന്വേഷിക്കട്ടെ.